എനിക്കറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കുവാണ്. നീ ഇതുവരെ തയ്യൽ പഠിച്ചിട്ടില്ല, ഒരു തുണി തുന്നണത് ഞാൻ കണ്ടിട്ടില്ല, നിനക്ക് പിന്നെ എന്തിനാ തയ്യൽ മെഷീൻ? ഇതുവരെ ഞാൻ തയ്യൽ പഠിച്ചിട്ടില്ല, ഒരു തുണി പോലും തുന്നിയിട്ടില്ല. പക്ഷെ ഇതൊന്നും ഇനി എനിക്ക് ചെയ്യാൻ പാടില്ലെന്നുണ്ടോ? എന്തിനാ അത്? ഞാൻ തയ്യൽ പഠിക്കാൻ പോവാ. ഒരു ഇല്ല, ഞാൻ തയ്യൽ ക്ലാസ്സിന് ചേരാൻ തീരുമാനിച്ചു. ഈ മിഷൻ കണ്ടിട്ടല്ലേ അത്? ഈ മിഷൻ കണ്ടിട്ടല്ലേ? അത് തന്നെ. കൈ വെച്ചത് ഇങ്ങനെ കാണിച്ചാ മതിയല്ലോ. ഒന്ന് തുന്നിത്താന്ന് പറഞ്ഞ എന്റെ അടുത്തോട്ടല്ലേ വരുന്നത്? ഇനിത്തോട്ട് ഞാൻ അങ്ങനെ വരത്തില്ല. അല്ല, എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ. ചേച്ചിക്ക് ഒരു തയ്യൽ മെഷീൻ ഉണ്ടല്ലോ, പിന്നെ എന്തിനാ ചേച്ചി ഇത് കണ്ടിട്ട് ഇനി കൊതിക്കാൻ നിൽക്കുന്നത്? ഇതിന് ആർത്തി എന്നാ പറയണത്. ആർത്തി. അങ്ങോട്ട് തിരികട്ടെ. തയ്യൽ പഠിച്ചിട്ടില്ല, അവക്ക് തയ്യലിന്റെ ABCD അറിയില്ല, എന്നിട്ട് മിഷൻ വേണോന്ന് പറഞ്ഞത് ആർത്തിയല്ലേ? ഞാൻ തയ്യൽ പഠിക്കാൻ തീരുമാനിച്ചത് ഇത് കാശ് കൊടുക്കാതെ കിട്ടുന്ന ഒരു സാധനമാണ്. അപ്പൊ അതെനിക്കത് വേണം. ഒട്ടും ആർത്തിയില്ലാത്ത ഒരാള് എന്റെ പോലെ. നമ്മളൊരു സംഗതി കൊണ്ട് പൈസ ഉണ്ടാക്കും. ചേച്ചി ആ ചവിട്ടാൻ പറ്റാത്ത തയ്യൽ മെഷീൻ കൊണ്ടല്ലേ ചേച്ചി ഈ കാശൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മൾ ആ ജോലിയോട് ഇത്തിരി കൂറ് കാണിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു പുതിയ തയ്യൽ മെഷീൻ വാങ്ങിക്കണം. തൊഴിലിനോട് ഇച്ചിരി ആത്മാർത്ഥതയുള്ളവർ അങ്ങനെ മേടിക്കുന്നത്. ഞാനൊരു പുതിയ തൊഴിൽ പഠിക്കാൻ പോണു, അത്രേ ഉള്ളൂ. അപ്പൊ നീ ഡാൻസ് നിർത്തുവാണോ? ഡാൻസ് ഉണ്ട്, ഞാൻ എല്ലാം ചെയ്യും. ഞാൻ ഇതൊട്ട് എല്ലാം ചെയ്യും. എന്നാ ഞാൻ ഡാൻസ് പഠിക്കാൻ പോകും. ഞാൻ ഡാൻസ് പഠിച്ച് നിന്റെ സ്കൂളിന്റെ തൊട്ടപ്പുറത്ത് തന്നെ ഞാൻ ഡാൻസ് ക്ലാസ് എടുക്കും. ഇതിനോടൊക്കെ പറയണ എന്നെ വേണം തല്ല. ഒട്ടും വാർത്തയില്ലാത്ത ഒരാള്. വിട്ടുതരത്തില്ല, ഞാൻ വിട്ടുതരത്തില്ല.